ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായ സംഭവമാണ്. നമ്മൾ ഇതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ chatgpt പോലെ AI യൂസ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതിനുപരിയായിട്ട് പ്രൊജക്റ്റ് ഒന്നും ചെയ്ത് കാണിച്ചു തന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് എനിക്ക് കോഡിംഗ് ഒന്നും അറിയില്ല, നിങ്ങളെ പോലെ തന്നെ ബിഗിനറാണ് ഈ ഫീൽഡിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കോഡിംഗ് ഒന്നും അറിയില്ല. നമ്മൾ chatgpt പോലെ AI യൂസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം chatgpt കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നു. ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഇന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നമ്മളെ കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബിഗിനർ ആണെന്ന് ഇത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? അതിൽ പല രീതിയിലുള്ള സെൻസർ ഉണ്ട്, സർവോ മോട്ടർ ഉണ്ട്, കുറച്ച് arduino ബോർഡുകൾ കണക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ അറിയില്ല. നമ്മളൊരു AIൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് കോഡ് ഉണ്ടായി തരുമോ? അപ്പോൾ നമുക്ക് കോഡ് ഉണ്ടായി തരും. നമ്മൾ ആ കോഡ് വെച്ചാണ് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ശേഷം ഒരു 50 ടാർഗറ്റ് ചെയ്ത് ലൈക്ക് ആണ്, 50 ലൈക്കായിരുന്നു. അപ്പോൾ 50 ലൈക്കൊക്കെ മാറിക്കാണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 100 ലൈക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ എത്ര ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരു 100 ലൈക്കാണ് ടാർഗറ്റ്. അപ്പോൾ പറ്റുന്നവരൊക്കെ 100 ലൈക്കാക്കിയാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 1 ലക്ഷം ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ വന്നാണ് നിങ്ങളോട് പറയുന്നത് 100 ലൈക്കാക്കി തരാൻ. ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീഡിയോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് സർവോ മോട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് പോലെ തന്നെ കുറഞ്ഞ കമ്പോണൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സെൻസർ എടുക്കണം. സെൻസർ മീൻസ് നമുക്ക് ഈ സെൻസർ എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സെൻസറാണ്. മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്താണ് നമുക്ക് അറിയിച്ച് തരും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ സർവോ മോട്ടർ ഉണ്ട്. സർവോ മോട്ടർ യൂസ് ചെയ്ത് നമുക്ക് ആദ്യം ഒരു സംഭവം ചെയ്യാം. നമുക്ക് ഒരു മനുഷ്യന് ജസ്റ്റ് ടാറ്റ് തരുമല്ലോ, അതായത് നമുക്ക് ഇത്തരത്തിൽ ടാറ്റ് തരുമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ മോട്ടറിന് മാറ്റിയെടുക്കണം. നമുക്ക് കാണിച്ചു തരാം. chatgpt ജസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് chatgpt ഓക്കെ. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് വന്നാൽ കിട്ടുന്ന കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള സർവോ മോട്ടറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി വളരെ സിമ്പിളായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിലൊന്ന് പോയതായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് കോഡിങ് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇത്തരത്തിലൊരു മോട്ടർ എൻ്റെ കയ്യിലുണ്ട്. ഈ മോട്ടറിനെ 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. അതായത് നമുക്കൊരു ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒരു കൈയൊക്കെ വെച്ച് കൊടുത്താൽ എൻ്റെ ഓട്ടോമാറ്റിക്കലി ആവുന്ന സമയത്ത് നമുക്ക് ടാറ്റ തരുന്ന പോലെ ആവുമല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്ത് തരണം. നമുക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കാം ആദ്യം ഇതിനോട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈക്ക് ഉണ്ട്, ഇത് മൈക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിവിടെ വെക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതിപ്പോൾ എങ്ങനെ വെക്കാനോ? ഇവിടെ വേറെ നമ്മുടെ മൈക്ക് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊബൈൽ ഫോണിൽ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം chatgpt പറഞ്ഞു കൊടുക്കാം. എൻ്റെ കയ്യിലൊരു സർവോ മോട്ടർ ഉണ്ട്. ഇത് എനിക്ക് ഏകദേശം ഈ 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലൂടെ മാറ്റി തരണം. എനിക്ക് കോഡിങ് അറിയില്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണ ഒരാളാണ്. ഓക്കെ. അപ്പോൾ സർവോ മോട്ടർ ഉണ്ട്. arduino യൂനോ സർവോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്ത് കാണിച്ചു തന്നില്ല. ഇന്ന് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. നമുക്ക് സർവോ മോട്ടർ 360 ഡിഗ്രി ആംഗിളിൽ എത്രത്തോളം കാണുന്നത്, ബ്രൈറ്റ്നസ് വളരെ കുറച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൊട്ടേറ്റ് ദിസ് റിലേറ്റഡ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ കോഡ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ബോസ് നമുക്ക് കോഡ് ഉണ്ടായി തരും. ആ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ചെയ്യിപ്പിക്കണം. ഓക്കെ. അപ്പോൾ ദിസ് റിലേറ്റഡ് റൈറ്റ് കോഡ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ എത്രത്തോളം ആണെന്ന് അറിയാം, എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കണ്ടോ, 360 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ഇപ്പോൾ നമുക്ക് ഉണ്ടായി തന്നു. അപ്പോൾ ഇതിലിപ്പോൾ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായ കാര്യമാണ്. കുറച്ച് വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യെസ്, സർവോ എന്നുള്ള പേരിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് അതിലോട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഈ കോഡിൽ ഇപ്പോൾ അങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രാം കുറച്ച് കൺസെപ്റ്റ് കാണാൻ അറിയാം. അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സർവോ മോട്ടർ അതൊരു 9ാമത്തെ പിന്നിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ chatgpt പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു 9ാമത്തെ പിന്നിക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് AI പറഞ്ഞു തരും. നമുക്കൊന്നും അറിയേണ്ട, കോപ്പി പേസ്റ്റ് ചെയ്യാനാകെ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഓക്കെ.
പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിക്ലറേഷൻ ആംഗിളാണ്. അതിൻ്റെ ഒരു ആംഗിൾ റൊട്ടേറ്റ് ഇതിന് വേണ്ടിക്കാണ്ട് ആംഗിൾ നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ എന്താണെന്നുള്ളത് ഇനി ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഒരു വേരിയബിൾ എന്ന സമയം അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാനും വേണ്ടിയാണ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോർ ലൂപ്പ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സംഭവം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൂപ്പ് എന്ന സംഭവമുണ്ട്. അപ്പോൾ ആ ലൂപ്പിൽ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനിവിടെ എത്രത്തോളം ഇതുണ്ട് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കില്ല. നമ്മൾ ഒരു സംഭവം കൊടുക്കും. ആദ്യം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇത് അസൈൻ ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് എത്ര പ്രാവശ്യമാണോ അത് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കൊടുത്ത് ആദ്യം ജസ്റ്റ് അസൈൻ ചെയ്ത് അതിൻ്റെ ആംഗിളിൽ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതായത് ഇനീഷ്യലി ജസ്റ്റ് ആംഗിളിൽ നമുക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് 0 ആയിരിക്കും. പിന്നെ അതിന് ശേഷം കണ്ടീഷനാണ് ഇവിടെ കാണുന്നത്. കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. അതിലിപ്പോൾ ഏതാണ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു 360 ആണോ നോക്കിയിട്ടുണ്ട്. അതിന് ശേഷം ആംഗിൾ എന്ത് ചെയ്തു ++. അതായത് ഇങ്ങനെ ഫോർ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് വേറെ തന്നെ എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്തു അവിടെ അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ അത് 360 ഡിഗ്രി അങ്ങനെ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് വേറെ തന്നെയാണ് ഫോർ ലൂപ്പിൻ്റെ കേട്ടോ. അപ്പോൾ അതേപോലെ ഇവിടെ ++ ആണ്. ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും, മറ്റേത് ഡിക്രിമെൻറ്റ് കേട്ടോ. അല്ല സോറി അങ്ങനല്ല. ഇവിടെ ++ പറഞ്ഞാൽ കൂടി പോകുമായിരിക്കും, -- പറഞ്ഞാൽ കുറഞ്ഞ് പോകുമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഈ കോഡ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ ചെയ്യാനുള്ളത് ആർഡിനോയുടെ ഇതിലോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഇനി സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഇല്ല. യെസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ആർഡിനോയുടെ ഇത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുതിയത് ആദ്യമുള്ളത് ഡിലീറ്റ് ചെയ്താണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലായി. ഒരുപാട് കാലം ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് കാരണം ഇത് വെച്ചാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായിട്ട് ഇത്തരത്തിൽ സംഭവം വെച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഒക്കെ ജസ്റ്റ് മനസ്സിലാവും. കൺസെപ്റ്റൊക്കെ എല്ലാത്തിനും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഉണ്ട്, പിന്നെ അതേപോലെ ഇഫ് എൽസ് ഉണ്ട്. ജസ്റ്റ് കണ്ടീഷൻ ശരിയാണ് തെറ്റാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇഫ് എൽസിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഫോർ ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് എന്ന സംഭവം യൂസ് ചെയ്യും. ഫോർ ലൂപ്പ് അല്ല, ലൂപ്പ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അറേ ഉണ്ട്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വെച്ചാണ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംഭവവും നിങ്ങൾ പൈത്തൺ പഠിക്കുകയാണോ, സി പഠിക്കുകയാണോ, ജാവ പഠിക്കുകയാണോ, ഏത് പ്രോഗ്രാം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെയുള്ള സംഭവമാണ് ഈ പറഞ്ഞ സംഭവം. അതായത് ഇഫ് ലൂപ്പ് കൺസെപ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാത്തിനും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് വെച്ചാണ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണം, ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തു, ChatGPT ഉണ്ടായിരുന്നെന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം, നമ്മൾ കോഡിൽ എന്തെങ്കിലും ചെയ്തില്ല, എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കണം. അപ്പോൾ എന്ത് സമയം ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പൈൽ മീൻസ് ആ കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ കാരണം ചെക്ക്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിന് ഇപ്പോൾ C നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ C ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കമ്പൈൽ ചെയ്യണം. ആ കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആയിരിക്കും അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ അതിനിങ്ങനെ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ബ്രൗസറിന് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകത മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ C++ലുള്ളത് യെസ്. ഓക്കെ, അപ്പോൾ അത് കമ്പൈൽ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചെയ്തില്ല എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞുതരാൻ പോകണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കമ്പൈൽ ചെയ്തതിന് ഒരു എററും ഇല്ല. കാരണം എന്താ, നമുക്ക് AI ഉണ്ടാക്കി തന്നില്ല, അപ്പോൾ ഒരു എറർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ സംഭവം നേരെ നമുക്ക് ബോർഡിലോട്ട് കയറ്റി കൊടുക്കണം. അതായത് കോഡ് ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിലുള്ളൂ, ഇതിനകത്തോട്ട് കയറ്റിയിട്ടില്ല. ഇതിനകത്തോട്ട് കയറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ആവുള്ളൂ, അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോഡ് വെയർ എടുത്തിട്ടുണ്ട്. സാധാരണ സിമ്പിളായിട്ടുള്ള കോഡ് വെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് വെയർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാം. നോർമൽ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോർഡിലോട്ട് നേരെ കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുന്ന വളരെ സിമ്പിളായ കാര്യമാണ്. യെസ്, കണക്ട് ചെയ്തു. ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഇത് ലൈറ്റ് കത്തും. ഞാൻ നമ്മുടെ ഷസാമിൻ്റെ കാര്യമാണ് ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ചെറിയ പ്രശ്നം പറ്റി, നമ്മൾ പോർട്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആർഡുയിനോ പോർട്ട് ഇഷ്യൂ എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിന് വീഡിയോസ് കിട്ടി. അത് കണ്ടാണ് ചെയ്തു, സംഭവം ശരിയായി. അപ്പോൾ കണ്ടോ നമ്മൾ സംഭവം വർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹലോ ടാറ്റ എന്നുള്ള രീതിയിൽ പറയുന്നുള്ളത്. അപ്പോൾ അതേപോലെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പെന്നിൻ്റെ ഓർഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇത് വർക്ക് ആവുന്നതാണ്. കണ്ടാ ടാറ്റ ടാറ്റ. അപ്പോൾ കണ്ടോ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ChatGPT യൂസ് ചെയ്തു. എനിക്ക് കോഡ് ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല. ജസ്റ്റ് അവിടെ 9th പിന്നിലോട്ട് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ കമൻറ്റ് ചെയ്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കണ്ടുകാണി ജസ്റ്റ് സംഭവം ചെയ്യുക, സംഭവം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ടാറ്റാ ഇതേപോലെ തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പല രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സംഭവം പറ്റുമെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ChatGPT ആണ് കോഡ് ഉണ്ടായി തന്നിട്ടുള്ളത്. ഈ കോഡ് വെച്ചാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യണമെന്ന് ഈ പ്രോഗ്രാമിംഗ് അറിയണം. അപ്പോൾ അത് വളരെ സിമ്പിളായ കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതായത് ഇങ്ങനെ ഈ കോഡിങ്ങിൻ്റെ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ടായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ അൾട്രാസൗണ്ട് സെൻസർ ഉണ്ടല്ലോ, അതായത് സെൻസർ മുന്നോട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നതിനാൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണമെങ്കിൽ അൾട്രാസൗണ്ട് സെൻസർ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മോട്ടർ കണക്ട് ചെയ്യാം. സെൻസർ മുന്നോട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ഇങ്ങനെ ടാറ്റ തരുന്ന രീതിയിൽ മാറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും സമയം മനസ്സിലായല്ലോ, ChatGPT വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലായല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തും കാണിച്ചു. പിന്നെ ഈ വീഡിയോ ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ലൈക്ക് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്രയാണ് 100 ലൈക്ക്. അപ്പോൾ 100 ലൈക്ക് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും സംഭവം വർക്കിംഗ് ആണ്, എല്ലാം ശരിയാണ്. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കി ChatGPT എന്നുള്ള AI യൂസ് ചെയ്യാണ്ട് സംഭവം ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്നാൽ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ AI യൂസ് ചെയ്യാണ്ട് സംഭവം പ്രൊജക്റ്റ് ചെയ്യാനോ എല്ലാം നമ്മളോട് പറ്റും. പിന്നെ ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് സർവോ മോട്ടർ വെച്ച് കാണാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് സെൻസർ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ സെൻസർ വേണമെന്ന് പറയാം, കണക്ട് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ വെറൈറ്റി ആയിട്ട് മറ്റുള്ള സംഭവം കാണിച്ചു കേട്ടോ. ഇത് മാത്രമല്ല ഒരുപാട് പേര് വീഡിയോ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയപ്പോൾ മനസ്സിലായി ഒരുപാട് വീഡിയോ സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്താണ് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടാണ് മനസ്സിലാക്കുക. ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.